ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിനെതിരെ ഒരു കേസുണ്ട്. ആ കേസിന് മാപ്പ് നൽകണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് പ്രസിഡന്റിനൊരു കത്ത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കത്തിൽ പ്രസിഡന്റ് കൃത്യമായിട്ട് പാർലമെന്റ് മെമ്പേഴ്സിൻ്റെ എല്ലാം നെസറ്റിൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാം ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ജഡ്ജിൻ്റെയൊക്കെ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ വിശദീകരണം നൽകി കൃത്യമായിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നെതന്യാഹുവിനായിട്ട് ഒരു ഫേവറിസം ഒന്നും ഇവിടെ നടക്കത്തില്ല. കേസുണ്ടെങ്കിൽ ആ കേസ് കൃത്യമായിട്ട് ട്രയലിലൂടെ അവസാനിപ്പിക്കണം. മീൻസ് അതിൻ്റെ ഡിസിഷൻ എന്തായാലും നെതന്യാഹു അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം. അതാണ് ഈ രാജ്യത്തിൻ്റെ പോളിസി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനം. ഇപ്പോൾ ട്രംപിൻ്റെ ആ കത്തിന് പുല്ലുവിലയാണ് ഇസ്രായേലിൻ്റെ നെസറ്റിൽ കിട്ടിയത്. അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാന് മേലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സൗത്ത് പാർക്ക് ഗ്യാസ് സ്റ്റേഷനിൽ നടത്തിയ അറ്റാക്ക് ഇറസ്പോൺസിബിൾ അറ്റാക്ക് ആണെന്നുള്ള ഒരു വിശേഷണമാണ് പൊതുവിൽ ഇപ്പം മാധ്യമങ്ങളെല്ലാം തന്നെ നെറേറ്റ് ചെയ്യുന്നത്. ശരിക്കും അൽ ജസീറയുടെ ഒരു പ്രൊപ്പഗണ്ടയാണ് ഇത്. അൽ ജസീറ അടിച്ചിറക്കുന്നത് മറ്റുള്ള ലെഫ്റ്റിസ്റ്റ് മാധ്യമങ്ങൾ കോപ്പി ചെയ്ത് ഇപ്പോൾ ഈ സൗത്ത് പാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, കാരണം സൗത്ത് പാറിൽ ഖത്തറും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഖത്തർ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൽ ജസീറ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയാണ് അൽ ജസീറ ഈ വിഷയവുമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതിനെ മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് അത് മാക്സിമം എങ്ങനെ ഒന്ന് പൊലിപ്പിക്കാൻ പറ്റും ആ രീതിയിൽ ഒരു പ്രൊപ്പഗണ്ട നെറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം തരണം എന്നുള്ള രീതിയിലുള്ള കോമ്പൻസേഷൻ ചോദ്യങ്ങളുമായിട്ട് ഖത്തറോ ഇറാനോ മുന്നോട്ട് വന്നേക്കാം. US ഇൻ്റലിജൻസ് ചീഫ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇറാൻ ആദ്യം നടത്തിയ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം തന്നെ അവർക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി പോയി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് CIA പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ ഒരു ആക്രമണം ഏത് തരത്തിലാണ് ന്യായീകരിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ ഡെമോക്രറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതേപോലെ സെനറ്റിൻ്റെ ഉള്ളിൽ ഇറാൻ്റെ മിസൈലുകളൊന്നും തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, മെജോറിറ്റി മിസൈലുകളുടെ ശേഖരം അവരുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട്, അതുപോലെ തന്നെ ഡ്രോൺ കളക്ഷൻസും അവരുടെ കയ്യിലുണ്ട്, പിന്നെ തപ്പിപ്പോയ യുറേനിയം, നിങ്ങൾ എന്ത് അന്വേഷിച്ചാണോ അവിടെ എത്തിയത്, യുറേനിയം അന്വേഷിച്ചാണ് നിങ്ങൾ യുദ്ധം തുടങ്ങിയതെങ്കിൽ ആ യുറേനിയം ഇതുവരെ കണ്ടുകിട്ടിയിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്ത് തരത്തിലാണ് ഇറാൻ യുദ്ധം പൂർണ്ണമായിട്ടുള്ള വിജയമായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവും സെനറ്റിൽ നിന്നും ഉയരുന്നുണ്ട്. സൗദി അറേബ്യ കണ്ടക്ട് ചെയ്ത അറബ് മീറ്റിങ്ങിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഷ്രിങ്ക്, അതായത് സാമ്പത്തിക പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ യുദ്ധം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് വളരെ എളുപ്പത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് ആര് നടപ്പിലാക്കും? സൗദി അറേബ്യ നടപ്പിലാക്കുമോ? ഇറാൻ യുദ്ധം നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാളാണ് സൗദി അറേബ്യ. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുന്നത്? അതായത് കൂട്ടം കൂടിയിരിക്കുമ്പോൾ പലതരത്തിലുള്ള മുഖം രക്ഷിക്കൽ പരിപാടികളും ഇതേപോലത്തെ മേക്കപ്പ് ഡയലോഗുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാക്കപ്പെടുന്നില്ല, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ അടുത്തുനിന്നും. ഇസ്രായേൽ ഇന്നലെ ബെയ്റൂത്തിൽ നടത്തിയ അറ്റാക്കിൽ അൽമനാർ TVയുടെ ഒരു ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ജേർണലിസ്റ്റുകളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ അവരുടെ അരാജകത്വം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ടാർഗറ്റീവ് മിഷൻസ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഇത് തികച്ചും ലെബനന്റെ ഉള്ളിൽ നിന്നും വരുന്ന വാർത്തയാണ്. പേർഷ്യൻ ഗൾഫ് റീജിയനിൽ ഏതാണ്ട് 5 ലക്ഷം ഷിപ്മെൻറ്റ് പെൻഡിങ്ങിലാണ്. പലതും ഓർഡറുകൾ വന്നിട്ടുണ്ട്, ഷിപ്പ് എത്താത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതും, അതുപോലെ പലതും ഷിപ്പുകൾ ഓർഡർ എടുത്തിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പാസ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് ശരിക്കും ഏതാണ്ട് 60% ഓഫ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. 60%, ചെറുതല്ല, വലിയ നമ്പറാണ്. 60% പേർഷ്യൻ ഗൾഫ് റീജിയനിലുള്ള വ്യാപാരം തടസ്സപ്പെട്ടിരിക്കുന്നുള്ളത്. ഈ അവസ്ഥ ഇങ്ങനെ തുടരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 50 ദിവസത്തിനുള്ളിൽ 60% പ്രൊഡക്ഷൻ കട്ട് എന്നുള്ളത് വലിയൊരു നമ്പറാണ്. ഇത് ശരിക്കും വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും ഗ്ലോബലി. ഇറാൻ അവസാനമായിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് ഓഫർ ചെയ്ത അതേ മെത്തേഡ്, അതായത് ജനീവയിൽ എന്താണ് ഇറാൻ ഓഫർ ചെയ്തത് ആ സെയിം ഓഫറാണ് പാകിസ്ഥാൻ്റെ അടുത്തും ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ജനീവയിൽ എന്താണ് ഓഫർ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് മീൻസ് ഈ അമേരിക്കയും ഇസ്രായേലും നടത്തിയ 40 ദിവസത്തെ ആക്രമണം യൂസ്ലെസ് ആണ് എന്നുള്ള തരത്തിൽ വെറുതെ ഒരു കാര്യമില്ലാതെ അമേരിക്ക
അഗ്രസീവായിട്ട് വന്ന് ഇറാന്റെ മേളിൽ ആക്രമണം നടത്തിയതാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഈ ജനീവയിൽ പറഞ്ഞതും ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ടിനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അന്ന് ബ്ലോക്കഡ് അല്ല, പക്ഷേ ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കാണ്. പക്ഷേ അതേസമയം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം, യുദ്ധം അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ലെബനന്റെ മേളിൽ ആക്രമണം നടത്തരുത്. ഈ 3 പോയിന്റുകളും ജനീവ ടോക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അന്ന് ഇസ്രായേൽ സീസ് ഫയർ വെച്ചിട്ടുണ്ട് ലെബനന്റെ മേളിൽ. ആക്രമണങ്ങൾ പ്രിസൈസ് ആയിട്ട് ചില സെലക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ ആ പോയിന്റ് നിലവിലില്ലായിരുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കണമെന്ന് പറയാൻ അന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്കേഡ് ഇല്ല. അതുപോലെ തന്നെ യുദ്ധം നിർത്തണം, അന്ന് യുദ്ധവും ഇല്ല. പിന്നെ എങ്ങനെയാണ് അതും ഇതും തമ്മിൽ മാച്ച് ചെയ്യുന്നത്? അതായത് ഇറാൻ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. അവർ വെറുതെ അങ്ങ് പറയുകയാണ്, ജനീവയിൽ ഉണ്ടായിരുന്ന താല്പര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവർ ആക്രമണം നടത്തിയത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്, വേസ്റ്റാണ്, ഇവർ നടത്തിയ യുദ്ധം കൊണ്ട് ഒരു പ്രയോജനം അവർക്കില്ല എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനാണ് ഇറാൻ ഇങ്ങനത്തെ സ്ട്രാറ്റജി ഡയലോഗുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇറാൻ ഇറാഖിൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാഖിൻ്റെ ഉള്ളിൽ ശരിക്കും കുർദ് സേനകൾക്കെതിരെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. തുടരെ ഡ്രോൺ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ സിറിയ ബോർഡറിൽ കുറേ മൈനുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ആ മൈനുകളെല്ലാം തന്നെ ഇപ്പം സിറിയൻ ഗവൺമെൻറ് നീക്കം ചെയ്യുകയാണ്. അതായത് ഇസ്രായേൽ ക്വെനെഡ്ര മേഖലയിൽ മൈനുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഹെർമോൺ മലനിരകൾ തൊട്ട് ക്വെനെഡ്ര വരെയുള്ള ഏരിയയിലുള്ള മൈനുകൾ ഇപ്പം സിറിയ നീക്കം ചെയ്യുകയാണ്. പാകിസ്ഥാനാണെങ്കിൽ തുടരെ ഫേക്ക് പ്രൊപ്പഗണ്ട അടിച്ചിറക്കുന്നതിൽ നമ്പർ 1 ആണ്. അപ്പം അങ്ങനെ അബ്ബാസ് അരക്ചി രണ്ടാമത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ ഡെലിഗേറ്റ്സിനെ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്ത ഒരു പച്ചക്കള്ളമായിരുന്നു. അതാണ് പാകിസ്ഥാൻ അടിച്ചിറക്കിയ പ്രൊപ്പഗണ്ട. അതിനെ തുടർന്ന് അമേരിക്ക അവർ ആ സ്റ്റേറ്റ്മെന്റിൽ വിശ്വസിച്ച് അവരുടെ എൻവോയ്സിനെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതും പകുതി വഴി വരെ അവർ വന്നിട്ട് അവസാനം മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ മെസ്സേജ് കൃത്യമായിട്ട് പാകിസ്ഥാൻ കൺവേ ചെയ്യുന്നില്ല. അവർ പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമാബാദ് അക്കോർഡിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതിലൂടെ ഒരു ഖ്യാതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അവർക്കൊരു പ്രസിദ്ധി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇസ്ലാമാബാദ് അഥവാ പാകിസ്ഥാൻ്റെ ഒരു നിലനിൽപ്പ് അതായിരുന്നു അവരുടെ ലക്ഷ്യം. ലൈം ലൈറ്റിൽ പാകിസ്ഥാൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് അമേരിക്ക, ഏറ്റവും വലിയ മിലിറ്ററി പവറുള്ള അമേരിക്ക നടത്തുന്ന യുദ്ധത്തിന് മീഡിയേഷൻ ചെയ്യുന്നത് പാകിസ്ഥാൻ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ ഹിസ്റ്റോറിക്കലി അവരുടെ പേര് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമമായിരുന്നു. പക്ഷേ അത് അടപടലം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാൻ ഓപ്പണായിട്ട് തന്നെ പാകിസ്ഥാനെ വിമർശിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അത് ഇറാൻ്റെ ഉള്ളിൽ, ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ്റെ നിലപാട് ശരിയല്ല, അവർ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ആൾക്കാരാണ്, ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ചുമതലയുമല്ല, അവരുടെ ചിന്തയിൽ പോലും അങ്ങനത്തെ വിഷയം ഇല്ല എന്നാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് നടക്കുന്നത്. ഇനി ഒരു 3 ദിവസം കൂടി ട്രംപ് സമയം കൊടുത്തിട്ടുണ്ട് ഇറാനിന്. അപ്പം അത് ഏത് രീതിയിൽ അവസാനിക്കും, അതൊരു യുദ്ധത്തിലേക്ക് അവസാനിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ട്രംപ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് അറിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കീ ഡെവലപ്മെൻറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.